നമസ്കാരം. നിങ്ങൾക്ക് എല്ലാവർക്കും ഐഡിയ സ്റ്റാർ സിംഗർ 2007 സ്വാഗതം. ആക്ച്വലി ഈ സ്റ്റേജിൽ ഇപ്പോൾ നിൽക്കുമ്പോൾ എന്ത് പറയണമെന്ന് തന്നെ എനിക്കറിയില്ല. ബിക്കോസ് നമ്മളിപ്പോൾ നടക്കാൻ പോകുന്നത്, ഇപ്പോൾ നിങ്ങൾ കാണാൻ പോകുന്നത് ഞങ്ങളുടെ എലിമിനേഷൻ എപ്പിസോഡാണ്. 6 കണ്ടസ്റ്റൻസ് ആണ് ഇന്നത്തെ എലിമിനേഷൻ റൗണ്ടിൽ ഡേഞ്ചർ സോണിൽ നിൽക്കുന്നത്. ഇവരിൽ ആരാണ് എലിമിനേറ്റ് ആവുക? ഫൈനൽസ് എന്ന ആ മെഗാ റൗണ്ടിലേക്ക്, സ്റ്റേജിലേക്ക് ആരൊക്കെയാണ് എൻറ്റർ ചെയ്യുക? വി ഹാവ് ടു വെയിറ്റ് ആൻഡ് സീ. പക്ഷെ അതിനു മുമ്പ് ഐഡിയ സ്റ്റാർ സിംഗർ 2007 എന്ന ഈ റിയാലിറ്റി ഷോനെ ഇത്രയും വളർത്തിയത് നിങ്ങൾ പ്രേക്ഷകരാണ്. അത് ഞങ്ങൾ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അല്ലേ? പക്ഷെ അത് ആക്ച്വലി ഞങ്ങൾ തന്നെ റിയലൈസ് ചെയ്തത് വളരെ അടുത്താണ്. I'll tell you why. അറിയാലോ, ബോർഡ് എക്സാംസ് നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. എസ്പെഷ്യലി എല്ലാവരും പേരൻസ് കുട്ടികളുടെ അടുത്ത് പറയാണ് ഐഡിയ സ്റ്റാർ സിംഗർ കാണരുത്, പോയി പഠിക്കൂ എന്ന് പറയുന്ന ഒരു ടൈമാണല്ലേ. പക്ഷെ ഞങ്ങൾക്കിത് ബിലീവ് ചെയ്യാൻ പറ്റുന്ന ഒരു മെയിൻ പ്രൂഫ്, റീസെന്റ് നമ്മുടെ സ്റ്റേറ്റ് സിലബസ് ഹിന്ദി ക്വസ്റ്റ്യൻ പേപ്പർ ഒരു ക്വസ്റ്റ്യൻ സ്റ്റാർ സിംഗറിനെ റെഫറൻസ് ചെയ്തുകൊണ്ടായിരുന്നു. ക്വസ്റ്റ്യൻ വാസ് ലൈക്ക് ദിസ്: സ്റ്റാർ സിംഗറിലെ വിജയ്ക്ക് ഒരു അഭിനന്ദന കത്ത് നിങ്ങൾ എഴുതുക ഇൻ ഹിന്ദി. അപ്പൊ തന്നെ എത്ര ഫേമസ് ഈ ഷോ ആയി എന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. ഐ മീൻ, can you believe that? Totally unbelievable. ഒരു ക്വസ്റ്റ്യൻ പേപ്പർ, ഹയർ സെക്കൻഡറി സ്കൂൾ ഹിന്ദി എക്സാമിനേഷൻ പേപ്പറിൽ ഒരു ക്വസ്റ്റ്യൻ. ആൻഡ് പ്യോർലി അതിന്റെ കാരണം, ഇത്രയും ഈ ഷോ വളരാൻ കാരണം നിങ്ങൾ പ്രേക്ഷകരാണ്. അത് ഞങ്ങൾ ഒരിക്കലും മറന്നിട്ടില്ല. ആൻഡ് താങ്ക് യു സോ വെരി മച്ച്. നമുക്ക് നമ്മുടെ പെർമനന്റ് ജഡ്ജസ്, ഈ ജേർണിയുടെ നമ്മുടെ വളരെ ഇമ്പോർട്ടന്റ് ഫാക്ടേഴ്സ് ആയ ജഡ്ജസിനെ നമുക്ക് ആദ്യം എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യാൻ. ലെറ്റ്സ് വെൽക്കം our permanent judges. We start with, of course, Shri M.G. Srikumar. ശ്രീയേട്ടാ, ഫൈനൽസിൽ എത്തി നിൽക്കുകയാണ്. ഓൾമോസ്റ്റ് ഐ തിങ്ക് മെയ് 21 2007 ടെലികാസ്റ്റ് ചെയ്ത് തുടങ്ങിയ ഷോ ആണ് ഐഡിയ സ്റ്റാർ സിംഗർ 2007. നമ്മൾക്ക് എല്ലാവർക്കും അപ്പോൾ അത്ര അറിയില്ലായിരുന്നു. ഇപ്പോൾ ഒരു കുടുംബം ആണ് നമ്മൾ. ആൻഡ് ഫൈനൽസിൽ എത്തി നിൽക്കുകയാണ്. അതിനെക്കുറിച്ച് ഒരുപാട് സന്തോഷമുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാല് ഇങ്ങനൊരു ഷോയുടെ ഒരു പാർട്ടാവാൻ പറ്റിയതിൽ ഫസ്റ്റ് ഓഫ് ഓൾ ഐ താങ്ക് എൻ്റെ പ്രിയപ്പെട്ട ഓഡിയൻസിന് നന്ദി പറയുന്നു, ഏഷ്യാനെറ്റിന് നന്ദി പറയുന്നു, ഏഷ്യാനെറ്റിന്റെ എല്ലാ ക്രൂസിനും MD തൊട്ട് താഴോട്ടുള്ള എല്ലാവർക്കും നന്ദി പറയുന്നു. കാരണം ഇങ്ങനെ ഒരെണ്ണത്തിൽ പങ്കെടുക്കാൻ സാധിച്ചല്ലോ. കാരണം ഇതൊരു ലൈഫ് ടൈം അച്ചീവ്മെന്റ് എന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു അവാർഡാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. കാരണം ടു ബി എ പാർട്ട് ഓഫ് ദിസ്. അതിന് എല്ലാം ഉപരി ദൈവം തുണച്ചു തന്ന ഒരു സംഭവമാണ് ഇത്. നന്നായിട്ട് പര്യവസാനിക്കട്ടെ. താങ്ക് യു ശ്രീയേട്ടാ. ഓഫ് കോഴ്സ് മ്യൂസിക് ഡയറക്ടർ ശരത്. ഇപ്പൊ എല്ലാ പ്രേക്ഷകരുടെയും പ്രിയപ്പെട്ട സംഗതിക്കുട്ടനാണ് ശരത് സർ. അപ്പം സാറിന്റെ ഈ ജേർണി, ഈ ഫൈനൽസ് എലിമിനേഷൻ വരെ, ഹൗ വാസ് ഇറ്റ്? ഫസ്റ്റ് ഇതിന് വരാൻ പറ്റിയത് ഒരു വലിയ ഭാഗ്യമായിട്ട്. കാര്യം ഇത്രയ്ക്ക് ജനങ്ങളിലേക്ക് എത്തിച്ചേരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല. എന്താണ് പറയുന്നത്, ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്. ഈ റിയാലിറ്റി ഷോ, ഈ പർട്ടിക്കുലർ ഷോ ഉള്ള ചാനലെല്ലാം വലിച്ചുവാരി ചെയ്യുകയാണ്. റിയാലിറ്റി ഷോ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഏത് ചാനൽ തുറന്നാലും റിയാലിറ്റി ഷോ ആണ്. അതിനൊന്നും കിട്ടാത്ത ഒരു സ്പെഷ്യാലിറ്റി ഈ ഷോയ്ക്ക് കിട്ടിയതിന്റെ എന്താണ് കാരണം, എന്താണ് അതിന്റെ റൂട്ട് കോസ് എന്താണെന്ന് ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ട് കിട്ടിയിട്ടില്ല ഇതുവരെ. എനിക്ക് അതിന്റെ ഒരു ഉത്തരം കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ല. അപ്പൊ ഇവിടെ വരുന്ന ഈ കുട്ടികൾ, ഈ പാടാൻ വന്ന എല്ലാവരും അസാധ്യമായിട്ട് പാടുന്ന കുട്ടികളാണ്. അപ്പൊ എനിക്ക് തന്നെ വലിയ സന്തോഷം. ഇത്രയും കേരളത്തിൽ, ഈ കൊച്ചു കേരളത്തില് അതിമനോഹരമായിട്ട് പാടുന്ന, എനിക്ക് തോന്നുന്നു ഓരോ വീട്ടിൽ ഒരാൾ പാടുമെന്ന് മിനിമം നമ്മുടെ കേരളത്തിൽ. വേറൊരു സ്റ്റേറ്റിലും ഇത്ര ടാലൻസ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എല്ലാം ഒരു ടീം വർക്കാണ് ഈ ഷോ ഇത്രയും ഹിറ്റായതിന് കാരണം. പിന്നെ നമ്മളെല്ലാം മേളി ദൈവം ഞങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവും എന്ന് പരിപൂർണമായിട്ട് ഞാൻ വിശ്വസിക്കുന്നു. ഇത് നല്ല വിധത്തിൽ ശുഭാണ്ണം പറയുന്ന പോലെ ശുഭം എഴുതി കാണിക്കുമ്പോൾ ഒരു സുഖം വരണം. താങ്ക് യു ശരത്. And of course, your terrific trio complete ചെയ്യുന്നത് the one and only pop singer Usha Uthup. നമ്മുടെ എല്ലാവരെയും പ്രിയപ്പെട്ട ദീദി. You know, പ്രേക്ഷകരുടെ എല്ലാവരുടെയും from day one you are their favorite judge. No doubt about it. And ഈ ഷോന് ഒരു നാഷണൽ ലെവൽ എത്തിച്ചതും is your presence. How do you feel about the show? പിന്നെ ഈ ഫൈനൽസിന് മുമ്പുള്ള എലിമിനേഷൻ ആണ്. A few ഇന്നും എലിമിനേറ്റ് ആവും. പിന്നെ നമ്മുടെ സ്റ്റെപ്പ് ഫൈനൽസ് എന്നൊരു മെഗാ സ്റ്റേജിലേക്കാണ്. ആൻഡ് how do you feel തുടക്കം മുതൽ ഇന്ന് വരെ? Really beautiful feeling, full of gratitude to Idea Star Singer and to Asianet. I very proudly say I'm so happy to be a part of this terrific trio. Ivar madri judges kuda okkanundu. I have learned such a lot
It's impossible for me to think that idu kaniyitte I don't know what we are going to do. How will we meet? How will we see each other? How will our thoughts be there? And of course, this wonderful set of musicians. Ivar madri musicians irundaka, I think every singer has the best foundation. And most important, enakku oru nalla identity kitti ketto. Everybody in Bengal called me Didi, but now all over India and abroad, ellarum they call me Didi. And it's only because of Asianet and Idea Star Singer that I could get this kind of an identity. Thank you very much, Didi. നിങ്ങളാണ് ഇന്നത്തെ ഈ എലിമിനേഷനിൽ ആരൊക്കെയാണ് പുറത്തു പോകാൻ പോകുന്നത് എന്ന് തിരഞ്ഞെടുത്തിട്ടുള്ളത്. ഐ ഹോപ്പ് നിങ്ങൾ നിങ്ങളുടെ ജോലി നല്ല രീതിയിൽ നിറവേറ്റിയിട്ടുണ്ട്.